എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ആ കാരുണ്യത്തിൻ്റെ ചെറിയൊരു തിരി അത് ഈ സഭയിലേക്ക് വന്നപ്പോൾ അത് എന്നിലൂടെയും മറ്റുള്ള വൈദികരിലൂടെയും അത് ദൈവം കൊളുത്തുന്നു, അത് വലിയൊരു ദീപമായി തീരുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ദൈവം ഒരു ചെറിയ കാര്യത്തിന് നമ്മൾ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു, കരുതുന്നു, അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ആ ചെറിയ കാര്യത്തിന് പോലും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു ശ്രദ്ധ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ വിൻസ് മാത്യു കോയിക്കൽ. ഞാൻ ഒരു കമീലിയൻ സഭാംഗമാണ്. എൻ്റെ പൗരോഹിത്യം കഴിഞ്ഞിട്ട് ഏകദേശം 14 വർഷമായി. ഞാനിപ്പോൾ ആലുവയിലെ സ്നേഹതീരം എന്ന അഗതികൾക്കും വളരെ പ്രത്യേകിച്ച് HIV ബാധിതർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. എൻ്റെ വീട് കണ്ണൂർ ജില്ലയിലെ പൈസക്കരിയിലാണ്. തലശ്ശേരി അതിരൂപത അംഗമാണ് ഞാൻ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ 9 മക്കളാണ്. എനിക്ക് 3 ചേട്ടന്മാരും 5 പെങ്ങന്മാരും ഉണ്ട്. അതിൽ 3 പേര് സന്യാസിനികളാണ്. അതിൽ മൂത്ത ചേട്ടൻ്റെ മൂത്ത മോളും ഒരു സന്യാസിനിയാണ്, സിസ്റ്ററാണ്. അപ്പോൾ എൻ്റെ ദൈവവിളിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവം എന്നുള്ളത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്. അതായത് എൻ്റെ ചാച്ചൻ്റെയും അമ്മയുടെയും കൈ പിടിച്ച് ഞാൻ രാത്രിയിൽ പള്ളിയിൽ പോകുന്നതാണ്. പണ്ട് ഈ ചെറിയ ഒരു പന്തമൊക്കെ ഉണ്ടാക്കി രാത്രിയിൽ ഇങ്ങനെ പള്ളിയിൽ പോകുമായിരുന്നു. അപ്പോൾ ഞാൻ അത് 1-2 ആൾക്കാരും അല്ല, അയൽപക്കംകാരെല്ലാവരും കൂടി അങ്ങ് പോവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിറങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും പള്ളിയുടെ മുഖവാരമാണ് കാണാൻ പറ്റുന്നത്. ആ കുരിശിന് അന്നേരം ചെറിയ ലൈറ്റൊക്കെ ഉള്ളൂ. അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ മങ്ങാതെ കിടക്കുന്ന ഒരു ഓർമ്മയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും ഏറ്റവും ആദ്യം എനിക്ക് കാണാൻ പറ്റുന്നത് ഈ ഒരു ദേവാലയമായിരുന്നു. അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അഭിനിവേശമായിട്ട് പിന്നീട് അത് മാറുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പതുക്കെ വളർന്ന് തുടങ്ങിയപ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ അമ്മയോട് ഞാൻ ചോദിക്കും, ഈ അച്ഛന്മാരൊക്കെ എങ്ങനെയാണ് ഇവരിങ്ങനെ മാറി താമസിക്കുന്നത്, എങ്ങനെയാണ് അവർക്ക് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അമ്മ പറഞ്ഞു, അത് ദൈവം അവരെ പ്രത്യേകമായിട്ട് വിളിച്ചതുകൊണ്ടാണ് എന്ന് പറയും. അപ്പോൾ എനിക്ക് ഒരു സംശയം, ദൈവം എങ്ങനെയാണ് അങ്ങനെ പ്രത്യേകമായിട്ട് വിളിക്കുന്നത്? അപ്പം അമ്മ എന്നോട് ചോദിച്ചു, നിനക്ക് ആരാകാനാണ് ആഗ്രഹം? അപ്പോൾ എൻ്റെ മനസ്സിൽ ഏറ്റവും ആദ്യം വന്നത്, ഞങ്ങളുടെ വികാരി അച്ഛന്മാരൊക്കെ കുർബാന ചൊല്ലുന്നു, പിള്ളേരൊക്കെ ഈ അച്ഛന്മാരുടെ അടുത്തേക്കൊക്കെ വരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അച്ഛന്മാരെ കാണുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, സ്കൂള് ഇൻ്റർവെല്ലിൻ്റെ സമയത്തൊക്കെ 5 മിനിറ്റായിട്ട് ഓടി അച്ഛന്മാരുടെ പള്ളിയിൽ പോകും കുരിശരിക്കും, അച്ഛന്മാരുടെ അടുത്ത് ചെല്ലുന്നു, അച്ഛന്മാർ ചെറിയ മുട്ടായൊക്കെ തരുന്നു, ഞങ്ങൾ സന്തോഷത്തോടെ തിരിച്ചു പോകുന്നു. അപ്പോൾ ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ടിലാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് എനിക്കും ഒരു അച്ഛനാണെന്നുള്ളത്. അപ്പോൾ ഈ അമ്മ പാലാ രൂപതയിൽപ്പെട്ട ആളായിരുന്നു. അപ്പോൾ അവിടുത്തെ ഓരോ വീട്ടിലെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ പൗരോഹിത്യത്തിന്, സന്യാസത്തിന് അവർ കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അപ്പം എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം, അത് വളരെയധികം ഈവൻ ചെറുപ്പം തൊട്ട് തന്നെ എന്നെ സ്വാധീനിച്ചു. കാരണം എൻ്റെ ചാച്ചനും അമ്മയും പ്രാർത്ഥിക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നത്. കൃത്യം 7 മണി ആയാൽ അന്ന് റേഡിയോ ആയിരുന്നു. റേഡിയോ ഒക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ ചാച്ചൻ്റെ മടിയിലേക്ക് കയറുവാണ്. അപ്പോൾ ചാച്ചൻ്റെ മടിയിൽ കയറിയ ചാച്ചൻ ഏറ്റവും ആദ്യം എന്നെ കുരിശ് വരയ്ക്കാൻ പഠിപ്പിക്കും, എന്നിട്ട് കർത്താനമാലാക. അപ്പോൾ ചാച്ചൻ്റെ മടിയിലിരുന്ന് പ്രാർത്ഥന പഠിച്ചു ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വികാരമായി, ഞാൻ ദൈവം എന്നുള്ളൊരു വികാരമായിട്ട് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെ വളർന്നു വന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സിസ്റ്റർ ആകാൻ വലിയൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ വീട്ടുകാരെ സമ്മതിച്ചില്ല. അതുകൊണ്ട് അമ്മയുടെ ഉള്ളിൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സന്യാസിനി, ഒരു സിസ്റ്റർ ഇങ്ങനെ ഉറങ്ങിക്കിടപ്പുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ 5 പെങ്ങന്മാർ 3 പേര് സന്യാസിനികളാണ്. മൂത്തയാൾ സിസ്റ്റർ ആൻസീന DBS സഭാംഗമാണ്. രണ്ടാമത്തെ ആൾ റോസ് മാത്യു ഹോളി ക്രോസ് സഭാംഗമാണ്. മൂന്നാമത്തെ ആൾ സിസ്റ്റർ വിനയ സിസ്റ്റർ DBS, അതായത് ഏറ്റവും ആദ്യത്തെ ആൾ പോയ അതേ സഭയിൽ തന്നെ സിസ്റ്ററും ചേർന്നു. പിന്നെ മൂത്ത ചേട്ടൻ്റെ മൂത്ത മോള് സിസ്റ്റർ ബിന്ദു ജോസഫ് സെൻറ്റ് പീറ്റേഴ്സ് ഓഫ് ക്ലവർ സഭാംഗമാണ്. അപ്പോൾ ഈ അമ്മ ഞങ്ങളെ ഫോം ചെയ്തെടുത്തൊരു രീതിയും വളരെ വ്യത്യസ്തമായിരുന്നു. ചാച്ചനും അതുപോലെ തന്നെ
ഞങ്ങളെ ഫോം ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് ഈ വിശുദ്ധരുടെ ജീവിതം ചരിത്രമൊക്കെ കാണാപ്പാടമാണ്. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എത്രയധികം വിശുദ്ധരാണ് അമ്മയ്ക്കറിയാവുന്നത്. അമ്മയുടെ മനസ്സിലൂടെ അല്ലെങ്കിൽ അമ്മയുടെ കണ്ണിലൂടെ ഒരുപക്ഷെ കടന്നു പോകാത്ത ജീവചരിത്രങ്ങളില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരായിരുന്നു, ഞാൻ ഇരട്ടയായിരുന്നു. ഞങ്ങൾ രണ്ടുപേരാണെന്ന് നേരത്തെ തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പം അന്ന് ആ സമയം തന്നെ അമ്മ മനസ്സിൽ കുറിച്ചിട്ടതാണ് രണ്ടുപേർക്കും പേര്. ഒരാൾ ഫ്രാൻസിസ് അസീസി, ഒരാൾ തോമസ്. പിന്നെ ഒരാൾ മരിച്ചു പോകുമെന്ന് ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്, ഇച്ചിരി ഡിഫിക്കൽട്ടാണ് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഞങ്ങളെ മാംസാമുക്കുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചനൊക്കെ വളരെ ആ സമയത്ത് ചെറുകുന്ന് ഹോസ്പിറ്റലിൽ ജനിച്ച് 2ാമത്തെ ദിവസം തന്നെ ഞങ്ങളെ മാമുദീസ മുക്കി. അമ്മയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള, അമ്മയുടെ ചാച്ചൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു, കൊച്ച് ജീവിച്ചാലും മരിച്ചാലും ക്രിസ്ത്യാനിയായി കത്തോലിക്കനായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ മരിക്കുവാണെങ്കിൽ കത്തോലിക്കനായിട്ട് മരിക്കണം എന്നുള്ള പ്രത്യേകമായിട്ടുള്ളൊരു നിർബന്ധത്തിന് വഴങ്ങിയാണ് ഹോസ്പിറ്റലിൽ വെച്ച് 2ാമത്തെ ദിവസം ഞങ്ങളുണ്ടായി. 2ാമത്തെ ദിവസം തന്നെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ ചാപ്പലിൽ വെച്ച് ഞങ്ങളുടെ മാമുദീസ അവർ നടത്തുകയും ചെയ്തു. അപ്പോൾ ഈ വഴികളിലൂടെ ഞങ്ങൾ പോയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ചാച്ചന് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു സ്നേഹമുണ്ട് പള്ളിയോട്. അപ്പോൾ ചാച്ചൻ കൈക്കാരനായിരുന്നു, കമ്മിറ്റിക്കാരനായിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കുടുംബ ഭാരിച്ച ഉത്തരവാദിത്തമുണ്ട്. കാരണം 9 മക്കളെ വളർത്തണം. ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിലും ചാച്ചൻ കൈവിടാത്തത് ഒരു കാര്യമായിരുന്നു, ദൈവവിശ്വാസം. അത് സന്ധ്യാപ്രാർത്ഥന, അത് മുടക്കി ചാച്ചൻ എവിടെയും ഒരു കാര്യം ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ചാച്ചൻ്റെ ദൈവത്തോടും പള്ളിയോടുമുള്ള അടുപ്പം എനിക്ക് തോന്നുന്നു പൗരോഹിത്യത്തിലേക്ക് എന്നെ സഹായിക്കുന്ന അടുത്ത ഒരു നാഴികക്കല്ലായിട്ട് മാറിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അമ്മ ദൈവത്തോട് കാണിക്കുന്ന ഒരു സ്നേഹം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അമ്മ ഒറ്റ ദിവസം പോലും രൂപത്തിന് മുന്നിൽ പൂ വെക്കാത്ത ദിവസങ്ങളില്ല. എല്ലാ ദിവസവും പോവുക, എന്ത് കാരണം കൊണ്ടാണെങ്കിലും. അതിന് ശേഷം തന്നെ ആയിരിക്കും എനിക്ക് തോന്നുന്നത്, അമ്മയുടെ മരണശേഷം അമ്മയുടെ കുഴിമാടത്തിൽ ഇപ്പോഴും ഒരു പൂ കാണാൻ പറ്റും. അത് ഏത് കാലാവസ്ഥയിലാണെങ്കിലും ഒരു പൂ എപ്പോഴും അമ്മയുടെ കല്ലറയിൽ ഉണ്ടാകും. അത് അവിടെ തന്നെ തളിർത്ത് വരുന്ന ഒരു വാടാമുല്ല ഇപ്പോഴും ഉണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ദൈവം ഒരു ചെറിയ കാര്യത്തിന് നമ്മളെങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു, കരുതുന്നു, അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് ആ ചെറിയ കാര്യത്തിന് പോലും ദൈവം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്ന ഒരു ശ്രദ്ധ എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു പോയി. എൻ്റെ ഉള്ളിലെ ഒരു ദൈവവിളി എനിക്ക് തോന്നിയിട്ടുണ്ട്. ദൈവവിളി എനിക്കുണ്ട്. ഒരു പക്ഷേ അത് മനസ്സിലാക്കാൻ സഹായിച്ചത് എൻ്റെ മാതാപിതാക്കളാണ്. അവർ എനിക്ക് എറിഞ്ഞിട്ട് തന്ന ഓരോ ചോദ്യങ്ങൾ, നിനക്കാരാകണം. അപ്പോൾ ഞാൻ കൊടുക്കുന്ന മറുപടി, അമ്മ എന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് ആകാനാണ് താല്പര്യമെങ്കിൽ ആര് ചോദിച്ചാലും നീ അത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് തന്നെ വീട്ടിൽ അനേകം ആൾക്കാർ വരും. അപ്പോൾ അവരോടൊക്കെ മോനെ നിനക്ക് എന്ത് ആകാനാണ് ആഗ്രഹം? അപ്പോൾ ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, എനിക്ക് ഒരച്ഛനായി തീരണം. അപ്പോൾ അങ്ങനെ മനസ്സിൽ ഊട്ടിയുറപ്പിച്ച എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ എൻ്റെ ദൈവവിളി ആഴപ്പെടാൻ സഹായിച്ചത് തീർച്ചയായിട്ടും എൻ്റെ മാതാപിതാക്കളും സഹോദരന്മാരും, പ്രത്യേകിച്ച് എൻ്റെ 3 സിസ്റ്റേഴ്സ് സന്യാസിനികൾ, അവർ എന്നെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുടുംബത്തിൽ നിന്ന് തന്നെ ആ ഒരു ദൈവവിളിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും വളവും എനിക്ക് ലഭിച്ചെന്ന് ഞാൻ പറഞ്ഞു. അതെനിക്ക് ഏറ്റവും ആദ്യം ലഭിച്ച മാതാപിതാക്കളിൽ നിന്നാണ്. അവർ കാണിച്ചു തന്ന ഓരോ കരുണയുടെ സുവിശേഷത്തിൻ്റെ അധ്യായങ്ങളുണ്ട്. അതെൻ്റെ മനസ്സിൽ വളരെ ആഴത്തിൽ സ്പർശിച്ചിട്ടുണ്ട്. എൻ്റെ ചാച്ചൻ അത്യാവശ്യം പൊതുസേവനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. ചാച്ചൻ വളരെ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, വീട്ടിലൊക്കെ ഞങ്ങൾ ആരെങ്കിലും അസുഖബാധിതരായാൽ ഒരു വല്ലാത്തൊരു കെയർ ചാച്ചൻ ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിരുന്നു.
അതായത് മക്കൾക്ക് സാധാരണ ഒരാൾ കൊടുക്കുന്ന ഒരു കെയർ ഉണ്ടല്ലോ, പക്ഷേ രോഗിയായി കഴിഞ്ഞാൽ ചാച്ചൻ വളരെ പ്രത്യേകമായിട്ട് ഞങ്ങളെ പരിചരിക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. അതോടൊപ്പം തന്നെ ഈ ഞങ്ങളുടെ അയൽപക്കത്തിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് ചാച്ചൻ അവിടെ സന്നിഹിതനായിരുന്നു. പണ്ടത്തെ കാലത്ത് പാലം, റോഡ്, അപ്പം ഞാൻ തീരെ ചെറുതാണ്, ആ പണിക്കൊക്കെ ചാച്ചൻ ഏറ്റവും ആദ്യം മുന്നിട്ടിറങ്ങുകയും പള്ളിയും അതോടൊപ്പം തന്നെ നാടിൻ്റെ വികസനത്തിനും ചാച്ചൻ ചെയ്ത സേവനങ്ങൾ ഞാൻ ചെറുപ്പം മുതലേ കണ്ടു വളർന്ന ഒരാളാണ്. അപ്പോൾ അമ്മയെ നോക്കുമ്പോൾ അമ്മ ഒരു പ്രത്യേകമായ രീതിയിലുള്ള ഒരു സുവിശേഷം പ്രസംഗിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പ്രത്യേകമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, വീട്ടിൽ ആരെങ്കിലും ഭിക്ഷക്കാരോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സഹായം ചോദിച്ചു വന്നാൽ അവരെ ഒരിക്കലും അവഗണിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു ഭിക്ഷക്കാരൻ വന്നാൽ അമ്മ വളരെ പ്രത്യേകമായിട്ട് ആ ഒരു വ്യക്തിയെ ഉള്ളിലേക്ക് തന്നെ കൊണ്ടുപോകും. ഞങ്ങളിരിക്കുന്ന സ്ഥലത്ത് തന്നെ ഇരുത്തി ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഞങ്ങളൊക്കെ ഇടയ്ക്ക് ചോദിക്കും, അമ്മ എന്തിനാണ് ഇവരെയൊക്കെ ഉള്ളിലേക്ക് കയറ്റി ഭക്ഷണം കൊടുക്കുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു തന്ന കാര്യം ഇതാണ്, അവരും ദൈവത്തിൻ്റെ മക്കളാണ്, അവർക്കും നിങ്ങൾക്ക് കിട്ടുന്ന പോലെ തന്നെ അവർക്കും കിട്ടാൻ അവകാശമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ട് ആ ഒരു കാരുണ്യത്തിൻ്റെ പാഠം അമ്മ ഞങ്ങൾക്ക് ചെറുപ്പത്തിലെ തന്നെ പകർന്നു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാഠം ഞങ്ങളെ വളരെ മുന്നോട്ട് നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ദൈവ വിളിയോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു വന്നിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ആ സമയത്തെ അറിയപ്പെടുന്ന ഉഴപ്പന്മാരിൽ ഒരാളായിട്ട് ഞാൻ പതുക്കെ മാറി. അപ്പോൾ ഒരു 10ാം ക്ലാസ് പകുതി വരെ എൻ്റെ ജീവിതത്തിൽ ആ ദൈവവിളിയോടുള്ള എനിക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം പതുക്കെ മറയുന്നതായിട്ട് എനിക്ക് തോന്നി. അതിന് ശേഷം ഏകദേശം ഒരു 10ാം ക്ലാസ് കഴിയാറായപ്പോൾ എൻ്റെ ഉള്ളിൽ വീണ്ടും ഒരു ആഗ്രഹം എന്നെ വന്നു തുടങ്ങുകയാണ്. അപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ പള്ളിക്കൂടത്തിൽ നിന്ന് വന്നതിന് ശേഷം അടുത്തൊരു ചെറിയൊരു പാറയുണ്ട്, ആ പാറയുടെ മുകളിൽ പോയിരുന്ന് ഞാൻ നേരത്തെ പറഞ്ഞ ആ പള്ളിയുടെ നേരെ നോക്കി ഞാൻ ഇങ്ങനെ ചുമ്മാ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിക്കുമായിരുന്നു, ഞാൻ ഇനി അച്ഛനാകാൻ പോകണം? പക്ഷേ എൻ്റെ ഉള്ളിൽ അറിയാതെ തന്നെ ഇതാണ് നിൻ്റെ ജീവിതം എന്ന രീതിയിൽ എൻ്റെ ഉള്ളിൻ്റെ ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അതിനുശേഷം 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് ശേഷം ഞാനൊരു തീരുമാനമെടുത്തു, ഞാനൊരു വൈദികനായി തീരുമെന്ന്. അങ്ങനെ ഞാൻ കമ്മിലിയൻ സന്യാസ സഭയിലേക്ക് ചേരുകയും ചെയ്തു. ഞാൻ കമ്മിലിയൻ സന്യാസ സഭയിലെ വൈദികനായിട്ട് സേവനമനുഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 14 വർഷങ്ങൾ പൂർത്തിയാകുന്നു. എൻ്റെ ചെറുപ്പകാലം തൊട്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ലഭിച്ച ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കൃപ, അത് ശുശ്രൂഷ മേഖലയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഞാനത് മനസ്സിലാകുന്നു. അപ്പോൾ ഈ കമ്മില സന്യാസ സഭയെക്കുറിച്ച് ഞാൻ ചെറിയ തോതിലെങ്കിലും അറിയാൻ എനിക്ക് കഴിഞ്ഞത് എൻ്റെ അയൽപക്കത്ത് ഒരു ബ്രദർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഇപ്പോൾ ഫാദർ ബിജു ശിവരാന്തൊട്ടിയിൽ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ചെറുതായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കമ്മില സന്യാസ സഭയിൽപ്പെട്ട വൈദികരും സിസ്റ്റേഴ്സും ഞങ്ങളുടെ ഇടവയിൽ വരുമായിരുന്നു. അപ്പോൾ ഈ ഒരു ചുവന്ന കുരിശിൽ എൻ്റെ കണ്ണുകൾ ഉടക്കിയിരുന്നു. കാരണം വളരെ മനോഹരമായിട്ടുള്ള ഒരു ചുവന്ന കുരിശ്. നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഈ ഒരു ചുവന്ന കുരിശ് നെഞ്ചിലെന്ന്. അപ്പോൾ ഇതിന് പ്രത്യേകമായിട്ട് ഒരു അടയാളമുണ്ട്. ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു അടയാളമാണ്, ഇതിന് പ്രത്യേകമായിട്ടുള്ളൊരു അർത്ഥവുമുണ്ട്. അപ്പോൾ ഈ ഒരു സന്യാസ സഭയിലേക്ക് 10ന് ശേഷം ചേർന്നപ്പോൾ ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഈ കമ്മിലസിനെ കുറിച്ചുള്ളൊരു ഏകദേശം ഒരു രേഖാചിത്രം എനിക്ക് കിട്ടി. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ ഒരു സന്യാസ സഭയിലേക്കുള്ള കമ്മിലിയൻ കന്യാസ സഭയിലേക്കുള്ള ഒരു വേര് അത് ചെറുപ്പത്തിലേ തന്നെ എനിക്ക് ലഭിച്ചിരുന്നു. എൻ്റെ ചാച്ചനിൽ നിന്നും എൻ്റെ അമ്മയിൽ നിന്നും. ചാച്ചനിൽ ഞാൻ കണ്ട ആ രോഗി പരിചരണവും അമ്മ അഗതികളോട് കാണിച്ചൊരു സ്നേഹവും അത് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ചെറുപ്പത്തിൽ കമ്മിലസിനെ കുറിച്ച് അമ്മ ഒത്തിരി വിശുദ്ധരുടെ ജീവചരിത്രം വായിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എവിടുന്നോ എനിക്ക് ഈ കമ്മിലസിനെ കുറിച്ചൊരു ലേഖനമോ എന്തോ ഒരു ചെറിയ ജീവചരിത്രം വായിച്ചത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് ഞാൻ ചേർന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പണ്ട് വായിച്ച വിശുദ്ധരിൽപ്പെട്ട ഒരാളാണ് ഈ കമ്മിലസ് എന്ന്. അപ്പോൾ ഈ കമ്മിലസിൻ്റെ ജീവചരിത്രത്തിലേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ്,
ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഏറ്റവും അധികമായിട്ട് ഒരു വ്യക്തിക്ക് സഹായം വേണ്ടത് ആ ഒരു വ്യക്തി രോഗിയായിരിക്കുമ്പോഴാണ്. അപ്പോൾ അത് പകർന്നു കൊടുക്കുന്ന ആ സ്വാന്തനം, അത് ദൈവം നമുക്ക് നൽകിയ കൃപയുടെ ഒരു പ്രതിഫലനമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം സുവിശേഷത്തിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഈശോ രോഗികളെ തൊട്ട് സുഖപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പോൾ കമിലസിന് ലഭിച്ച പ്രത്യേകമായിട്ടുള്ളൊരു സിദ്ധി, അത് എന്നിലൂടെ ഞങ്ങളുടെ സന്യാസഭയിലൂടെ തുടരുവാൻ ദൈവം ഞങ്ങളെ പ്രത്യേകമായിട്ട് പ്രാപ്തരാക്കുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി നന്ദിയുണ്ട്. അതോടൊപ്പം തന്നെ ഒത്തിരി സന്തോഷവുമുണ്ട്. ഇനി വിശുദ്ധ കമിലസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതാണ് വിശുദ്ധ കമിലസ്. അദ്ദേഹം 1550 ഇറ്റലിയിലാണ് ജനിച്ചത്. അദ്ദേഹത്തിന് ലഭിച്ച പ്രത്യേകമായിട്ടുള്ള ദൈവവിളിയുടെ ഒരു ഫലമാണ് ഇന്നത്തെ കമിലിയൻ സന്യാസ സഭ. 1586 ഈ സഭ സ്ഥാപിതമായത്. ഇത് വളരെ പ്രത്യേകമായി തന്നെ രോഗി ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്ന സഭയാണ്. ഞങ്ങൾക്ക് വേറെ ഒരു ശുശ്രൂഷ മേഖലയുമില്ല, രോഗി ശുശ്രൂഷ മാത്രമാണ് ഞങ്ങൾ ഈ ലോകത്തിന് മുന്നിൽ വയ്ക്കുന്ന ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തി. ഈ കമിലസിൻ്റെ സമയത്ത് ഈ രോഗി ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിച്ചപ്പോൾ സാധാരണ സന്യാസികൾ എടുക്കുന്ന 3 വ്രതങ്ങളുണ്ട്: ദാരിദ്ര്യം, ബ്രഹ്മചര്യം, അനുസരണം. അതുകൂടാതെ ഞങ്ങൾ 4മതൊരു വ്രതം എടുക്കുന്നുണ്ട്: ടു സേവ് ദ സിക്ക് ഈവൻ അറ്റ് ദ റിസ്ക് ഓഫ് വൺസ് ലൈഫ്. അതായത് ഒരാളുടെ ഏറ്റവും അപകടകരമായ അവസ്ഥയിൽ ആണെങ്കിൽ കൂടി രോഗികളെ സേവിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ ഈ ഒരു വ്രതത്തിൻ്റെ പ്രാധാന്യം അറിയണമെങ്കിൽ കമിലസിൻ്റെ ആ കാലഘട്ടത്തിലേക്ക് ഒന്ന് പോകണം. ആ സമയത്തൊക്കെ പ്ലേഗ് പിടിച്ചവരെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് മാറി താമസിപ്പിച്ച് അവിടെ ആരും നോക്കാനില്ലാത്ത ഒരു അവസ്ഥയിൽ വളരെ ശോചനീയമായിട്ടുള്ള മരണമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ ഇടങ്ങളിലേക്കാണ് കമിലസും കൂട്ടാളികളും കയറി ചെന്നത്. അപ്പോൾ അവിടെ വെച്ച് തന്നെ അനേകം കമീലിയൻസിന് ജീവൻ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആ ഒരു വ്രതമാണ്, 4മത്തെ വ്രതമാണ് ഞങ്ങളെ, രോഗികളെ ഇത്രയധികമായിട്ട് സ്നേഹിക്കാനും സേവനം ചെയ്യുവാനും ഞങ്ങളെ പ്രചോദിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതം എന്നുള്ളത്. അത് ഞങ്ങളുടെ ഒരു അഭിമാനത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു പാത്രവും കൂടിയാണ്. കമിലസിൻ്റെ കൂട്ടാളികളും എപ്പോഴും യുദ്ധസന്നദ്ധരായിരുന്നു. അതായത് ആതുര സേവന രംഗത്ത് യുദ്ധസന്നദ്ധരായിരുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ യുദ്ധങ്ങളുടെയൊക്കെ സമയത്ത് കമിലസ് മുൻപന്തിയിലുണ്ടായിരുന്നു. യുദ്ധം ചെയ്യുവാനല്ല, യുദ്ധത്തിൽ പരിക്കേറ്റവരെയൊക്കെ ശുശ്രൂഷിക്കാൻ. അപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കമിലിയൻ സന്യാസികൾ ഇന്ന് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. എബോള ബാധിച്ച സമയത്ത് ഞങ്ങളുടെ വൈദികരും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബ്രദേഴ്സും ആഫ്രിക്കയിൽ പോയി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. എയ്ഡ്സ് ഒരു മഹാമാരിയായിട്ട് എല്ലാവരും ഭയക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യമായിട്ട് അവർക്ക് വേണ്ടി ഒരു സ്ഥാപനം, ഇന്ത്യയിൽ സ്ഥാപനം തുടങ്ങിയത് ഞങ്ങളാണ്. സ്നേഹദാൻ എന്ന പേരിൽ ബാംഗ്ലൂരിൽ 1997. അപ്പോൾ അതിനുശേഷം ഈ എയ്ഡ്സ് ബാധിച്ച കുട്ടികൾക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇടയിൽ കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അശരണരായി കിടക്കുന്ന അനേകർക്ക് വേണ്ടി സ്ഥാപനങ്ങൾ തുടങ്ങുകയും സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇതര ഭിന്നശേഷിയിലുള്ള എല്ലാ കുട്ടികളെയും നോക്കുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂരുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ വൈദികർ കൗൺസിലിംഗ് മേഖലയിൽ, അതോടൊപ്പം തന്നെ അതിനോടനുബന്ധിച്ച എല്ലാ പ്രവർത്തന മേഖലയിലും രോഗി ശുശ്രൂഷ രംഗത്ത് സജീവമായി തന്നെ ഞങ്ങളുടെ എല്ലാ വൈദികരുമുണ്ട്. കോവിഡ് കാലഘട്ടത്ത് വളരെ പ്രത്യേകമായ രീതിയിൽ ഞങ്ങൾക്ക് സേവനമനുഷ്ഠിക്കാൻ സാധിച്ചു എന്നതിൽ ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഞങ്ങൾക്ക് പുറത്തിറങ്ങാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടി ഞങ്ങൾക്ക് ലഭിച്ച അനേകം സുമനസ്സുകളുടെ പ്രാർത്ഥനയാലും
അവർ നൽകിയ ഓരോ സഹായങ്ങളാലും ഈ ചെറിയ ചെറിയ സഹായങ്ങൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ എത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിന് ദൈവത്തിന് വളരെ പ്രത്യേകമായിട്ട് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കമിലസിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സന്യാസിനി വിഭാഗമാണ് ഡോട്ടേഴ്സ് ഓഫ് സെയിൻറ്റ് കമിലസ്. അവരും വിശുദ്ധ കമിലസിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ്. അവർക്ക് ഇന്ത്യയിൽ ആകമാനം, ലോകത്ത് ആകമാനം പല സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യയിൽ വളരെ പ്രത്യേകിച്ച് അവർ വിവിധ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്നുണ്ട്. എനിക്ക് നേരിട്ടറിയാവുന്ന ബാംഗ്ലൂർ സ്വാന്തനയുണ്ട്, മാനന്തവാടി കുഴിനിലത്ത് സ്പെഷ്യൽ ചിൽഡ്രന് വേണ്ടി ടെസ ഹോമുണ്ട്. അവിടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി വളരെ സ്തുത്യർഹമായ രീതിയിൽ അവർ സേവനമനുഷ്ഠിക്കുന്നുള്ള കാര്യം വളരെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അവരുടെ സേവനത്തെ വളരെ പ്രത്യേകമായിട്ട് അനുമോദിക്കുകയും ഈശോ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഞാൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ലഭിച്ച എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ആ കാരുണ്യത്തിൻ്റെ ചെറിയൊരു തിരി അത് ഈ സഭയിലേക്ക് വന്നപ്പോൾ അത് എന്നിലൂടെയും മറ്റുള്ള വൈദികരിലൂടെയും അത് ദൈവം കൊളുത്തുന്നു, അത് വലിയൊരു ദീപമായി തീരുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ പൗരോഹിത്യ ജീവിതത്തെ ധന്യമാക്കുന്നതിൽ ഈ ഒരു സന്യാസ സമൂഹം എൻ്റെ ഈ പ്രത്യേകമായി ഈ രോഗി ശുശ്രൂഷയിലേക്കുള്ള വിളി വളരെ പ്രത്യേകമായ വിധം സഹായിക്കുന്നു, എന്നെ മുന്നോട്ട് നയിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ദൈവവിളിയെക്കുറിച്ച് ബൈബിളിൽ മനോഹരമായി പ്രതിപാദിക്കുന്ന ഒരു കാര്യം തനിക്കിഷ്ടമുള്ളവരെ അവൻ അടുത്തേക്ക് വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ ദൈവത്തിൻ്റെ ഇഷ്ടമുള്ള ഒരാളാകുവാൻ എനിക്ക് സാധിച്ചതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോൾ ഈശോ വിളിക്കുക മാത്രമല്ല നയിക്കുകയും കൂടി ചെയ്തു എന്നുള്ളത് വളരെ പ്രത്യേകമായിട്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവഭേദ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ചെറുപ്പത്തിലൊക്കെ പള്ളിയിലേക്ക് പോയിരുന്നത് എൻ്റെ ചാച്ചൻ്റെ കൈ പിടിച്ചാണ്. അപ്പോൾ ചാച്ചൻ്റെ കൈ പിടിക്കുമ്പോൾ എനിക്ക് ഉറപ്പുണ്ട് ചാച്ചൻ എന്നെ സംരക്ഷിക്കുമെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ചാച്ചൻ്റെ കയ്യിൽ ബലമായി തന്നെ മുറുകെ പിടിക്കുകയായിരുന്നു. പിന്നീട് എൻ്റെ ദൈവവിളിയിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഞാൻ ദൈവത്തിൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ചിലപ്പോഴൊക്കെയോ എൻ്റെ കരം പതുക്കെ പതുക്കെ അയഞ്ഞ് ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് അയഞ്ഞ് വിട്ടുപോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ദൈവം മറുകരത്തിൽ എന്നെ മുറുകെ പിടിച്ചിരുന്നു എന്നുള്ളൊരു സത്യം ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു. കാരണം ഞാൻ സെമിനാരിയിൽ ചേർന്ന് ഡിഗ്രിയും പഠിക്കുന്ന സമയത്ത് നാഗ്പൂർ SFS കോളേജിൽ റെഗുലർ സ്റ്റുഡൻ്റായി പോയി പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ചില പിൻവിളികളൊക്കെ ഉണ്ടായി. എനിക്ക് തിരിച്ചു പോകണം എന്നുള്ള ചില പ്രേരണകളൊക്കെ ഉണ്ടായി. പക്ഷേ എന്നിരുന്നാലും ദൈവത്തിൻ്റെ ആ ഒരു കൈപിടിക്കൽ, ചേർത്ത് നിർത്തൽ എന്നെ വളരെ ശക്തമായി തന്നെ ഈ ദൈവവിളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്നുള്ളൊരു കാര്യം ഞാനിവിടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ തിയോളജി സമയത്തും ഞാൻ പോകാൻ ഏകദേശം തീരുമാനിച്ച് റെക്ടറച്ചനോടൊക്കെ പറഞ്ഞു. റെക്ടറച്ചൻ എന്നോട് പറഞ്ഞു, നീ 2 ആഴ്ചയും കൂടെ ഇവിടെ നിൽക്കുക, പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു 2 ആഴ്ച സമയത്ത് എനിക്ക് മനസ്സിലായി, ആ ഒരു പ്രാർത്ഥനയുടെ സമയത്തിലൂടെ പോയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതാണ് എൻ്റെ ജീവിതം എന്നുള്ളത്. ഈ ഒരു സന്യാസ സഭയിൽ വൈദികനായിട്ട് രോഗികളെ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ് എൻ്റെ വിളി എന്നുള്ളത് മനസ്സിലായി. ഞാൻ അന്നും ഇന്നും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നു. പലപ്പോഴൊക്കെ ആയിട്ട് മാനുഷികമായിട്ട് പല വീഴ്ചകളും വന്നിട്ടുണ്ടാകും. പക്ഷെ എന്നിരുന്നാൽ കൂടി ആ വീഴ്ചകളെ മറക്കുന്ന ദൈവം ഇന്നും എന്നോട് കൂടെയുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ സംശയവുമില്ല. വിശുദ്ധ കമലസിനെ സംബന്ധിച്ചിടത്തോളം ദേവാലയം എന്നുള്ളത് ഹോസ്പിറ്റലും രോഗിയുടെ കിടക്ക എന്നുള്ളത് അൾത്താരയുമായിരുന്നു. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഒരു ബലിയാകുവാനുള്ളതാണ്. വളരെ പ്രത്യേകിച്ച് വൈദികൻ എന്ന നിലയിൽ മുറിയപ്പെടാനും ഈ ക്രിസ്തുവിൻ്റെ സ്നേഹം ബലിയിലൂടെ, അപ്പത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വളരെ പ്രത്യേകമായിട്ടുള്ള ഉൾക്കാഴ്ച എന്നുള്ളത്, നമ്മൾ പോകുന്ന വീഥികളിലെല്ലാം ദൈവം തൻ്റെ കുർബാനയായി എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മൾ പറയുന്നത്, ചലിക്കുന്ന സക്രാരി എന്ന് പറയുന്ന പോലെ ആ ദൈവസ്നേഹം എന്നെ അന്നും ഇന്നും വഴി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ദൈവസ്നേഹമാണ്
എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എന്നെ ശക്തമാക്കുന്ന കരമെന്ന് ഞാൻ മനസ്സിലാക്കിയാണ്. അപ്പോൾ ആ വിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കുമ്പോൾ എനിക്ക് ലഭിക്കുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു കഴിവും അതോടൊപ്പം തന്നെ കരുത്തുമാണ് എൻ്റെ രോഗി ശുശ്രൂഷയിൽ എന്നെ മാത്രമല്ല ഞങ്ങളുടെ സഭയിൽപ്പെട്ട എല്ലാ വൈദികരെയും എല്ലാ സന്യാസിനികളെയും മുന്നോട്ട് നയിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ ബിസൂരാനോട് ചേർന്ന് നിന്നപ്പോൾ എനിക്ക് വളരെ പ്രത്യേകമായിട്ടുള്ള ചില ചിന്തകളൊക്കെ ഉണ്ടായി. അപ്പോൾ അത് ഞാൻ എളിയ രീതിയിൽ ഒരു പാട്ടായി അത് പുറത്തിറക്കിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്: ചെറുതാകുമേ അപ്പത്തിനുള്ളിൽ വലുതാകുമാ സ്നേഹം തന്ന് ഒരു തുള്ളി മുന്തിരി ചാറിൽ നാഥൻ കടലോളം സ്നേഹം നിറച്ചു, നിത്യമാം ജീവൻ ചൊരിഞ്ഞു. മുറിയും ഹൃദയത്തിൽ മുറിയാത്തൊരു സ്നേഹം, ചിതറും രക്തത്തിൽ പതറാത്തൊരു ത്യാഗം. മുറിയും ഹൃദയത്തിൽ മുറിയാത്തൊരു സ്നേഹം, ചിതറും രക്തത്തിൽ പതറാത്തൊരു സ്നേഹം. എനിക്ക് ദൈവത്തോടുള്ള സ്നേഹം മുറിഞ്ഞാലും ഒരിക്കലും മുറിയാത്ത സ്നേഹമായി, മുറിയപ്പെടുന്ന അപ്പമായി ഈ ദൈവം എന്നും എന്നോടൊപ്പമുണ്ട്, നമ്മോട് എല്ലാവരോടും കൂടെയുണ്ട്. ആ സ്നേഹത്തിന് എല്ലാവരെയും ചേർത്ത് നിൽക്കുന്ന ബലി അത് എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ പ്രത്യേകിച്ച് കമീലിയൻ സന്യാസ സഭയിലൂടെ സ്നേഹമാകുന്ന ബലി ഒഴുകട്ടെ. യേശുവേ, നിന്നെ എൻ്റെ നാഥനായി സ്വീകരിക്കുന്നു ഞാനിതാ. ജീവിതത്തിൻ്റെ കർത്താവായി അങ്ങേ ഏറ്റുചൊല്ലുന്നു